അന്താരാഷ്ട്ര കേരള ചലച്ചിത്രോത്സവ വേദിയിൽ വരെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായ പ്രതിഷേധം മുഴങ്ങുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കണ്ടത്. ചെയർമാൻ അക്കാദമിയെ ഒരു വരിക്കാശ്ശേരി മനയാക്കുന്നുവെന്നും ചെയർമാൻ സ്വയം മീശ പിരിക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠനാകുന്നു എന്നുമാണ് പരാതി. ചെയർമാൻ്റെ അടുത്ത കാലത്തെ ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ സുരേഷ് ഗോപിയിൽ നിന്ന് കഥാപാത്രങ്ങൾ ഇറങ്ങാത്തതുപോലെ തിരക്കഥാകൃത്തും കഥാപാത്രങ്ങളാകുന്നുവോ എന്ന് അക്കാദമി ജനറൽ കൗൺസിലിൽ അംഗങ്ങൾക്ക് വരെ സംശയം. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം, ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർന്നാം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഒരു വിഭാഗം അംഗങ്ങൾ രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അക്കാദമി അംഗങ്ങൾ സർക്കാരിന് കത്ത് നൽകി. ഉയർന്നു ഉണർന്നു തുടങ്ങി നരനടനം. ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള ചില പരാതികൾ ഞങ്ങൾ അക്കാദമിയിലെ കുറച്ച് അംഗങ്ങൾ ചേർന്ന് ഇന്നലെ നൽകിയിരുന്നു. സർക്കാരിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാംസ്കാരിക വകുപ്പുണ്ട്, അതിനൊരു മന്ത്രിയുണ്ട്, അതിന് മുകളിൽ മുഖ്യമന്ത്രിയുണ്ട്. നമ്മുടെ യാത്രയിലാണല്ലോ അവരെല്ലാവരും. അവർ തിരിച്ചെത്തിയിട്ട് പരാതി പരിശോധിക്കും, ഞാനുമായിട്ട് അവർ സംസാരിക്കും. എന്നിട്ട് സാംസ്കാരിക വകുപ്പും സർക്കാരും പറയുകയാണ് നിങ്ങൾ തലസ്ഥാനത്ത് തുടരാൻ അർഹനല്ല, യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം പടിയിറങ്ങാനുള്ള മനസ്സും എനിക്കുണ്ട്. ആർട്ടിസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ, മേച്ഛമായ രീതിയിൽ അവഹേളിക്കുക. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, അവർക്ക് അവരുടേതായ ചില പരിമിതികൾ ഇതൊക്കെ ഉണ്ടാവാം. അതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനം, ഇതെല്ലാം വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. എല്ലാം നമുക്ക് പുതിയ അനുഭവങ്ങളല്ലേ. പുച്ഛിക്കുകയാണ്, അയാൾക്ക് എല്ലാവരും പുച്ഛാണ്. അത് സമ്മതിക്കാൻ പറ്റില്ല. നമ്മളിതിൽ 9 പേര് പങ്കെടുത്തു, 15 പേരിൽ 9 പേര് പങ്കെടുത്തു. ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ചെയർമാൻ്റെ മുറിക്ക് തൊട്ടടുത്തുള്ള മുറിയിൽ തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഓരോരാളെ ഇൻഡിവിജ്വലി ഫോൺ വിളിച്ച് അവരെ ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അത് മാടമ്പിത്തരാണ്, അല്ലാതെ അത് ജനാധിപത്യമല്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതാണ് ഇദ്ദേഹം ഇങ്ങനെ കയറൂരിവിട്ട പോലെ സംസാരിക്കാനിടയാകുന്നതെന്ന്. സിനിമ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ പഴി കേൾക്കാത്ത അക്കാദമി ചെയർമാൻമാരില്ല. ഇത്തവണ രഞ്ജിത്ത് അത് കൂടുതൽ കേട്ടെന്ന് മാത്രം. ചെയർമാനെതിരെയുള്ള പടയൊരുക്കത്തിൽ പഴയ പരാതിക്കാരുമുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും സർക്കാരിനും അക്കാദമി ചെയർമാൻ മുത്താണ് മുത്ത്. മേളയിൽ നമ്മുടെ ഓരോ GC മെമ്പേഴ്സിനും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അത് വളരെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട്. അതിനിടയിൽ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ GC മെമ്പർക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇതിന് ശേഷം നിങ്ങളുടെ സേവനം ഇനി ISFക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് പോകാം. ഇതെന്താ, ഇത് അയാളെ വീട്ടിൽ ജോലിക്ക് വന്നതല്ലോ. കുക്കു പരമേശ്വരൻ 84 എൻ്റെ സുഹൃത്താണ്. ഇത് സൗഹൃദത്തിൻ്റെ ഒരു വേദിയല്ല, ഇത് അക്കാദമിയാണ്, ചലച്ചിത്ര അക്കാദമിയാണ്. അവർക്ക് പരാതിയില്ല, അവർ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത്. കുക്കുവിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുക്കുവിനെ നീ പോയി അറസ്റ്റ് ചെയ്യും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കിടയിലുണ്ട്. അവരെയും ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തതാണ്, ചെയർമാനെ പോലെ തന്നെ. അവർക്കും അവരുടേതായ ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. നീ എറണാകുളത്ത് പോ, ഇവിടെ കിടന്ന് വല്ലാതെ കിടന്ന് ഓടണ്ട, വീട്ടിൽ പോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ബന്ധവും ഞങ്ങൾക്കിടയിലുണ്ട്. ഏകപക്ഷീയമായിട്ടാണ് ഇദ്ദേഹത്തിനങ്ങ് തീരെ വേറെ കൂടിയാലോചനയില്ല, ജനാധിപത്യമില്ല അവിടെ. അവരിന്ന് വൈകുന്നേരം അവർക്ക് പനി അടിച്ചിരിക്കുകയാണ്, എന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. ശുദ്ധ കള്ളത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. പുള്ളിക്ക് വിദ്വേഷമുള്ള, പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ അധിക്ഷേപിക്കാനാണോ ഈ ചെയർ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മന്ത്രി പറയണം. ഞാനതാ പറയുന്നത്. ഈ പരാതി ഞങ്ങൾ കൊടുത്തിട്ട് വ്യക്തമായ തെളിവ് ഈ അവാർഡിൽ ഇടപെട്ടു എന്നുള്ളത് കൊടുത്തിട്ട് അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്യില്ല, ഇതിഹാസമാണെന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാനാണ് ഇപ്പോഴത്തെ ഈ പരിസ്ഥിതിക്ക് ഉത്തരവാദി എന്നാണ് എൻ്റെ അഭിപ്രായം. പേര് ചീത്തയാക്കാൻ താല്പര്യമുള്ള എഴുത്തുകാരോ സിനിമക്കാരോ ഉണ്ടെങ്കിൽ സാഹിത്യ അക്കാദമിയുടെയോ ചലച്ചിത്ര അക്കാദമിയുടെയോ അധ്യക്ഷന്മാരാകുക. ഒരായുസ് വരെയുള്ള ചീത്തപ്പേര് നിങ്ങൾക്ക് സ്വന്തമാകും. താൻ പോരിമക്കാരെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സാംസ്കാരിക നവകേരളം നീണാൾ വാഴട്ടെ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നന്ദി, നമസ്കാരം.